നിങ്ങൾ ഒരു മുറിയിലേക്ക് കയറിയിട്ട് എന്തിനാണ് വന്നതെന്ന് മറന്നുപോയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു വാചകം പറയാൻ തുടങ്ങിയിട്ട് പെട്ടെന്ന് ഒരു സാധാരണ വാക്കുപോലും ഓർമ്മ വരാതെ പോയിട്ടുണ്ടോ? ഫ്രിഡ്ജ് എന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ ഭക്ഷണം തണുപ്പിച്ചു വെക്കുന്ന ആ സാധനം എന്ന് പറഞ്ഞ് രക്ഷപ്പെടേണ്ടി വന്നിട്ടുണ്ടോ? നിങ്ങൾ 40കളിൽ പ്രായമുള്ള ഒരു സ്ത്രീയാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. പല സ്ത്രീകളും വേർഡ് ഹണ്ടിംഗ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു അവസ്ഥ അനുഭവിക്കുന്നു. വാക്കറിയാം, പക്ഷേ അത് മനസ്സിൽ നിന്ന് വായിലേക്കെത്തുന്നില്ല. അപ്പോൾ മനസ്സിൽ ഒരു ചോദ്യമുയരും: എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? സന്തോഷവാർത്ത എന്തെന്നാൽ പലപ്പോഴും അതിന്റെ ഉത്തരം ഇല്ല എന്നതാണ്. മെനപ്പോസിനു മുമ്പുള്ള കാലഘട്ടമായ പെരിമെനപ്പോസ് സമയത്ത് പല സ്ത്രീകൾക്കും ഈ അനുഭവം ഉണ്ടാകാറുണ്ട്. ഈ സമയത്ത് ശരീരത്തിലെ ഹോർമോണുകൾ, പ്രത്യേകിച്ച് എസ്ട്രജൻ, വളരെയധികം മാറിക്കൊണ്ടിരിക്കും. ഈ ഹോർമോൺ പ്രസവ സംവിധാനത്തെ മാത്രമല്ല, ഓർമ്മശക്തിയെയും ശ്രദ്ധയെയും ഭാഷാ പ്രോസസ്സിംഗിനെയും സ്വാധീനിക്കുന്നു. അതുകൊണ്ടാണ് ചില സ്ത്രീകൾക്ക് ശരിയായ വാക്കുകൾ കണ്ടെത്താൻ ബുദ്ധിമുട്ട്, പേരുകൾ മറക്കുക, സംഭാഷണത്തിന്റെ ഇടയിൽ ചിന്ത നഷ്ടപ്പെടുക, ശ്രദ്ധ കുറയുക, ബ്രെയിൻ ഫോഗ് അനുഭവപ്പെടുക എന്നിവ സംഭവിക്കുന്നത്. പക്ഷേ ഹോർമോണുകൾ മാത്രമല്ല കാരണം. 40കളിലെ സ്ത്രീകൾ പലപ്പോഴും നിരവധി ഉത്തരവാദിത്തങ്ങൾ ഒരേ സമയം കൈകാര്യം ചെയ്യുന്നു. ജോലി, മക്കളുടെ കാര്യങ്ങൾ, പ്രായമായ മാതാപിതാക്കളുടെ പരിചരണം, സാമ്പത്തിക സമ്മർദ്ദങ്ങൾ, വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ, ഇവയെല്ലാം ചേർന്ന് മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. സമ്മർദ്ദം കൂടുമ്പോൾ ഓർമ്മശക്തിയും ശ്രദ്ധയും കുറയാം. ഇതോടൊപ്പം ഉറക്കക്കുറവും വലിയൊരു കാരണമാണ്. പെരിമെനപ്പോസ് സമയത്ത് പല സ്ത്രീകൾക്കും നല്ല ഉറക്കം ലഭിക്കാറില്ല. ഉറക്കം കുറയുമ്പോൾ മസ്തിഷ്കത്തിന് വിവരങ്ങൾ ക്രമീകരിക്കാനും വാക്കുകൾ തിരിച്ചെടുക്കാനും കൂടുതൽ ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് ക്ഷീണമോ സമ്മർദ്ദമോ ഉള്ള ദിവസങ്ങളിൽ വേർഡ് ഹണ്ടിംഗ് കൂടുതൽ അനുഭവപ്പെടുന്നത്. ഈ പ്രശ്നം കുറയ്ക്കാൻ എന്തു ചെയ്യാം? സന്തോഷവാർത്ത എന്തെന്നാൽ ചില ചെറിയ മാറ്റങ്ങൾ വലിയ വ്യത്യാസമുണ്ടാക്കാം. 1. ഉറക്കത്തിന് പ്രാധാന്യം നൽകുക. ദിവസവും 7 മുതൽ 9 മണിക്കൂർ വരെ നല്ല ഉറക്കം ലഭിക്കാൻ ശ്രമിക്കുക. നന്നായി വിശ്രമിച്ച മസ്തിഷ്കം വാക്കുകളും ഓർമ്മകളും കൂടുതൽ വേഗത്തിൽ തിരിച്ചെടുക്കും. 2. ശരീരം ചലിപ്പിക്കുക. നടത്തം, യോഗ, വ്യായാമം എന്നിവ മസ്തിഷ്കത്തിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കും. ദിവസവും 30 മിനിറ്റ് നടക്കുന്നത് പോലും ഗുണം ചെയ്യും. 3. സമ്മർദ്ദം കുറയ്ക്കുക. മെഡിറ്റേഷൻ, പ്രാർത്ഥന, ശ്വസന വ്യായാമങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള ശാന്തമായ പ്രവർത്തനങ്ങൾ മനസ്സിനെ ശാന്തമാക്കും. 4. മസ്തിഷ്കത്തിന് നല്ല ഭക്ഷണം നൽകുക. പഴങ്ങൾ, പച്ചക്കറികൾ, നട്ട്സ്, ഒമേഗ-3 അടങ്ങിയ ഭക്ഷണങ്ങൾ, ധാരാളം വെള്ളം, ഇവയെല്ലാം മസ്തിഷ്കാരോഗ്യത്തിന് സഹായിക്കും. 5. മനസ്സിനെ സജീവമാക്കുക. വായിക്കുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, പസിൽ കളിക്കുക, ഒരു പുതിയ ഭാഷ പഠിക്കുക. ഇതെല്ലാം മസ്തിഷ്കത്തെ ശക്തിപ്പെടുത്തും. 6. ഓർമ്മ സഹായികൾ ഉപയോഗിക്കുക. നോട്ടുകൾ എഴുതുക, റിമൈൻഡറുകൾ ഉപയോഗിക്കുക, കാലണ്ടറിൽ കാര്യങ്ങൾ രേഖപ്പെടുത്തുക. ഇത് മസ്തിഷ്കത്തിന്റെ ഭാരം കുറയ്ക്കാൻ സഹായിക്കും. നിങ്ങൾ അടുത്തിടെ വാക്കുകൾ മറക്കുകയോ പേരുകൾ ഓർമ്മ വരാതിരിക്കുകയോ ചിന്തയുടെ ഒഴുക്ക് നഷ്ടപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഏറ്റവും മോശമായ കാര്യങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങളുടെ മസ്തിഷ്കം തകരാറിലായതല്ല, നിങ്ങളുടെ ബുദ്ധിശക്തി നഷ്ടപ്പെടുന്നതുമല്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ മാറ്റഘട്ടത്തോട് നിങ്ങളുടെ ശരീരവും മനസ്സും പൊരുത്തപ്പെടുകയാണ്. സ്വയം കുറച്ച് കരുണ കാണിക്കുക, നന്നായി ഉറങ്ങുക, സമ്മർദ്ദം കുറയ്ക്കുക, സജീവമായി തുടരുക. കാരണം ചിലപ്പോൾ നിങ്ങളുടെ മസ്തിഷ്കം തകരാറിലാകുന്നില്ല. അത് നിങ്ങളോട് വിശ്രമവും സമതുലിതാവസ്ഥയും പരിചരണവുമാണ് ആവശ്യപ്പെടുന്നത്. 40 കഴിഞ്ഞ ശേഷം വേർഡ് ഹണ്ടിംഗ് അല്ലെങ്കിൽ ബ്രെയിൻ ഫോഗ് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ കമന്റിൽ പങ്കുവയ്ക്കൂ. ഇത്തരം സൈക്കോളജി, മെന്റൽ ഹെൽത്ത് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.